കാറ്റത്തി കിളിക്കൊള്ളി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രാജീവും അരുണും ആണെങ്കിൽ അവിടെ രാവിലെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, ഇത് മണി 8 ഇതുവരെയ്ക്കും അവൻ്റെ പള്ളി ഉറക്കം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് വന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അരുൺ പറയും, എന്ത് ചെയ്യാൻ പറ്റും, കൂടെ ആണെങ്കിൽ നിധി എപ്പോഴും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനും ഒന്നും പറ്റത്തില്ലല്ലോ എന്ന് ഇങ്ങനെ അരുൺ പറയുന്നുണ്ട് രാജീവിൻ്റെ അടുത്ത്. ആ സമയത്ത് നമ്മൾ ഹേമയാണെങ്കിൽ ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാജീവിൻ്റെ അടുത്തും അരുണിൻ്റെ അടുത്തും ചായ എടുത്ത് കുടിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നിധി ആണെങ്കിൽ അങ്ങോട്ട് എണീറ്റ് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് രാജീവിന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് രാജീവും പറയുന്നുണ്ട്, വാ മോളെ വന്ന് ഇരിക്കുക, എന്താ അവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ രാജീവനാണെങ്കിൽ ഹേമയെടുത്ത് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, നീ പോയി മോൾക്ക് കോഫി എടുത്തുകൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹേമ പോയി കോഫിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിക്ക് കോഫിയൊക്കെ കൊടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹേമ ചോദിക്കുന്നുണ്ട്, എടാ സാന്ദ്ര എന്ത് ചെയ്യുന്നു ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അരുൺ പറയും, സാന്ദ്ര ആണെങ്കിൽ മോളെയും കൊണ്ട് അങ്ങോട്ട് റൂമിലോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി കോഫി കുടിച്ചിട്ട് പറയുന്നുണ്ട്, എന്ത് നല്ല കോഫി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഹേമ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ നിനക്ക് അവിടെ ഒരു കോഫി പോലും ആരും ഇട്ട് തരത്തില്ലേന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മളെ നിധി പറയുന്നുണ്ട്, അവിടെ ആണെങ്കിൽ നമ്മളെ സുഭാഷ് ചേട്ടൻ നല്ല ചായ ഇടും അമ്മ, അപ്പോൾ ആ ചായയുടെ മുമ്പിൽ എനിക്ക് കോഫിയൊന്നും എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഹേമ പറയുന്നുണ്ട്, എന്നാലും നിനക്ക് വേണ്ടി ഒരു കോഫിയൊക്കെ അവർക്ക് ഇട്ട് തരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ ഹേമയെടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ കോഫി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ഹേമ ചോദിക്കാത്ത എന്തിനാ, അത് ശ്രുതി എണീറ്റിട്ടുണ്ട്, അപ്പോൾ ശ്രുതിക്ക് കൊടുക്കാനാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹേമയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നിധി കോഫി കൊണ്ടുപോകുമ്പോൾ ഹേമയാണെങ്കിൽ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. നിധി ഇവളെന്താ ഇങ്ങനെ ആയിപ്പോയത്, ഇവിടെ ആണെങ്കിൽ രാജകുമാരി കണക്ക് ജീവിച്ചൊരു പെണ്ണല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിധിയാണെങ്കിൽ റൂമിലാണെങ്കിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ ശ്രുതിക്ക് കോഫി കൊണ്ട് പോകുമ്പോൾ ശ്രുതിയാണെങ്കിൽ എണീറ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ ഒരു കള്ളലക്ഷണം, എന്താ അവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പം നമ്മൾ ശ്രുതി പറയുന്നത്, ഒന്നുമില്ല, ഞാനൊരു ഫോട്ടോ എടുത്തതാണ് സ്റ്റാറ്റസ് ഇടാനെന്ന് പറയും. അപ്പം നിധി പറയുന്നുണ്ട്, നോക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. നമ്മൾ നിധി ഫോൺ മേടിച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ഭാര്യ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളൊരു ക്യാപ്ഷനൊക്കെ നമ്മൾ ശ്രുതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പറയുന്നുണ്ട്, ഒന്നാമത് കാണുന്നവരടുത്തൊക്കെ പറയുന്നുണ്ട് ഭാര്യയാണെന്ന്, പിന്നെ ഇനിയിപ്പം ഇങ്ങനെ സ്റ്റാറ്റസ് കൊണ്ടിട്ട് എല്ലാവരെയും ലോകം മൊത്തം അറിയിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി നമ്മളെ ശ്രുതി ചോദിക്കും, അതെന്ത് ഭാര്യയല്ലേന്ന് ചോദിക്കും. അപ്പം നിധി പറയുന്നുണ്ട്, അത് ഞാനിവിടെ വന്നിപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരാണോ അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ ശ്രുതിയാണെങ്കിൽ നാണത്തോടെ ആന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, അതിനൊക്കെ കാരണമുണ്ട്, ഞാനത് പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധിയാണെങ്കിൽ അങ്ങ് പോകും കേട്ടോ. സോ ഇപ്പം നമ്മൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട്, എന്തായാലും കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ കോഫിയൊക്കെ കൊണ്ട് തന്നെന്നൊക്കെ നമ്മളെ ശ്രുതി ഇങ്ങനെ പറഞ്ഞത് സന്തോഷമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ശ്രുതി. അങ്ങനെ എന്തായാലും പിന്നെ നമ്മളെ നിധിയാണെങ്കിൽ അങ്ങ് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇറങ്ങി പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഹേമ ചോദിക്കുന്നുണ്ട്, അവനിക്ക് ചായ കൊണ്ട് കൊടുത്തോ, നിനക്ക് ചായ തന്ന ഞാനല്ലേ, അപ്പോൾ അതിനൊക്കെ അവൻ വരുമ്പം അവനിക്ക് ചായ ഞാൻ കൊടുക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, അച്ഛനിക്ക് ചായ കൊടുക്കുന്നത് അമ്മയല്ലേ, അപ്പോൾ പിന്നെ ഞാനല്ലേ ശ്രുതിക്ക് ചായ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഹേമ ചോദിക്കുന്നുണ്ട്, അച്ഛനും അവനും ഒരേപോലെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി പറയുന്നുണ്ട്, അമ്മ ഞാൻ അവിടെ നിൽക്കുമ്പം അവരെന്നെ ആ രീതിയിൽ എന്നെ നോക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നു, അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളും ആ രീതിയിൽ അവരെ നോക്കണ്ടേ എന്നൊക്കെ നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അവർക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ രാജീവനാണെങ്കിലും നമ്മൾ നിധിയെടുത്ത് പറയുന്നുണ്ട്, മോളെ ഞാനൊരു കാര്യം പറയട്ടെ, മോളാണെങ്കിൽ തെറ്റിദ്ധരിക്കല്ലേ, മോൾ എങ്ങനെ ആ വീട്ടിൽ മോൾക്ക് കഴിയാൻ പറ്റുന്നു, മോൾ ഇവിടെ എന്ത് സൗകര്യത്തിൽ മോൾ ജീവിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, അച്ഛാ അത് എനിക്കും ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, പിന്നെ ഞാൻ നിന്ന് നിന്ന് വന്നപ്പോൾ എനിക്ക് അത് ശീലമായി അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ നിധിയുടെ വീട്ടിൽ വന്നവരെ കാര്യങ്ങളൊക്കെ ആലോചിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിധിക്ക് ഇവിടെ വന്നപ്പം കുറച്ച് മാറ്റമൊക്കെ വന്ന കണക്കൊക്കെ നമ്മൾ ശ്രുതിക്കൊരു ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്ന് നിധിയെ വിളിച്ച് നോക്കട്ടെ, എന്തായാലും വന്നു കഴിഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ അവർ മുമ്പിൽ നാണം കെടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി ആണെങ്കിൽ ഞാൻ വിളിച്ചാൽ വന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കട്ടെ എൻ്റെ കീഴിലാണ് നിധി എന്നൊക്കെ അവർ വിചാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ ആദ്യം നിധിയെ വിളിക്കുമ്പോഴത്തേക്കും ശ്രുതിക്കാണെങ്കിൽ സൗണ്ട് വരത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ ആണെങ്കിൽ നിധിയാണെങ്കിൽ ശ്രുതി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നിധിയാണെങ്കിൽ അതാ ശ്രുതി വിളിക്കുന്നത്, ഞാനിപ്പോൾ വരാൻ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ഹേമയ്ക്കാണെങ്കിൽ ആർക്കും ഇത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്ക് ഹേമ പറയുന്നുണ്ട്, ഈ പെണ്ണ് എന്തുവാ ഒന്ന് വിളിച്ചതിന് മുമ്പ് എന്ത് പോക്ക ഈ പെണ്ണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധി റൂമിൽ ചെന്നിട്ട് ശ്രുതിയെടുത്ത് ചോദിക്കും, എന്തിനാണ് വിളിച്ചത്, അപ്പോൾ ശ്രുതിക്ക് ഞാൻ വിളിച്ചോ, അപ്പം നിധി പറയും, പിന്നെ ഇയാളെ പ്രേതമാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല എനിക്കൊന്ന് കുളിക്കണമായിരുന്നു എന്ന് പറയും. അപ്പം നിധി പറയും, അതിന് കുളിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, അല്ല ഹീറ്റർ ഉണ്ടാവുമെന്ന്. അപ്പം നിധി ചോദിക്കണം, പിന്നെ ഇയാൾ ഡെയിലി വീട്ടിൽ ഹീറ്ററല്ലേ കുളിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, അതല്ല എ സിയിൽ കിടന്നില്ലേ, അപ്പോൾ ആ തണുപ്പൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ ഇപ്പോൾ റെഡിലോട്ട് ആക്കി വെച്ചാൽ മതി, അപ്പോൾ ചൂടുവെള്ളം വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നിധി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ടവൽ വേണമെന്ന് നിൽക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ ടവലും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിധിയാണെങ്കിൽ ടവലൊക്കെ എടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ നേരെ
സാന്ദ്ര അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര ആണെങ്കിൽ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് സാന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ബോറടിക്കുന്നോന്ന് ചോദിക്കും. അപ്പോൾ നിധി ചോദിക്കും, ഏട്ടത്തിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ പറയും, ആ നിൻ്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ നിധി പറയും, അവിടെ ആണെങ്കിൽ നികേഷ് ആണെങ്കിൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, പിന്നെ ഓരോ തമാശകളൊക്കെ പറയും, പിന്നെ ഞങ്ങൾ പർച്ചേസിങ്ങിന് പോവും, അമ്പലത്തിലൊക്കെ പോകും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്നാൽ ഞാൻ ഇന്ന് ഫുള്ള് നിൻ്റെ കൂടെ ഇരിക്കാമെന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട്, അത് ഏട്ടത്തിക്കാണെങ്കിൽ പിന്നെ അവിടെ ഏട്ടനെ നോക്കണം, മോളെ സ്കൂളിൽ വിടണം, മോളെ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ അമ്മയെ സഹായിക്കാൻ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട്, എന്നാൽ ഇന്നൊരു ദിവസം ഞാൻ നിനക്ക് ലീവ് എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട്, അമ്പലത്തിലാണ്? ആ അവിടെ ആണെങ്കിൽ ഡെയിലി അമ്പലത്തിൽ പോയി അത് ശീലമായ ഏട്ടത്തിന്ന് പറയും. അപ്പം സാന്ദ്ര ഞാൻ വിചാരിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് വരാമെന്നൊക്കെയാണ് വിചാരിച്ചതെന്നൊക്കെ ഇങ്ങനെ സാന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോളെ സ്കൂളിലാക്കണ്ടേന്ന് ചോദിക്കുമ്പം അത് നമുക്ക് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാം, അമ്മ ബസ് വരുമ്പോഴത്തേക്ക് അമ്മ മോളെ കയറ്റി വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നിധി നമ്മൾ സാന്ദ്ര ആണെങ്കിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷിന്, ഇപ്പോൾ സുഭാഷാണെങ്കിൽ വീട് പണിയുടെ തിരക്കിലൊക്കെ നിൽക്കുക. അപ്പോഴത്തേക്ക് ജോലിക്കാരത്ത് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലി തീർക്കും, ഇവിടെ ആണെങ്കിൽ അവർ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റൊക്കെ എടുത്ത്, ഞാൻ നിങ്ങളെ വിശ്വസിച്ചാൽ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ഇങ്ങനെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബയ്യ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ബയ്യാടുത്ത് പറയും, ഇയാളെന്താ ഇങ്ങനെ ജോലിക്ക് വരാത്ത, അപ്പോൾ ഞാൻ ഒന്ന് ലീവാക്കാൻ വേണ്ടി വന്നതാന്ന് പറയും. അപ്പോഴത്തേക്ക് സുഭാഷ് അറിയുമോ അതൊന്നും പറ്റത്തില്ല എന്ന് പറയും. അപ്പം നമ്മൾ പയ്യെ ഒരു സീറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറയും, വീട്ടിലൊരാൾ ഇന്ന് വന്നിട്ടുണ്ട്, അപ്പം അയാളെ കൊണ്ട് കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് ചോദിക്കും, അതാരാ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ വയ്യാണെങ്കിൽ ശാന്തിനി എന്ന് പറഞ്ഞ് വിളിക്കാം കേട്ടോ. അപ്പോൾ ആ പെണ്ണിൻ്റെ പേര് ശാന്തിനി എന്നാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട്, ഇതെൻ്റെ പെങ്ങളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചത്, അപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടി ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ആ അത് നല്ല കോഴ്സാണെന്നൊക്കെ പറഞ്ഞു, അതൊക്കെ നല്ല ജോലിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് ആണെങ്കിൽ സുഖമാണോ എന്നൊക്കെ മലയാളത്തിൽ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ പയ്യെ പറയും, അവർക്ക് മലയാളം ഒന്നും അറിയത്തില്ല, ഹിന്ദി അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ സുഭാഷ് ആണെങ്കിൽ അവളുമായിട്ട് ഹിന്ദിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആണെങ്കിൽ നമ്മൾ പയ്യാടുത്ത് പറയും, അവളെയും കൊണ്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കറക്കിയിട്ടൊക്കെ വരാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, ബയ്യാടെ കൂടെ അവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പോകുന്ന സമയത്താണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ തിരിഞ്ഞ് നമ്മൾ സുഭാഷിനെ നോക്കുന്നുണ്ട്, സുഭാഷാണെങ്കിലും ആ പെണ്ണിനെ നോക്കിയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സുധിയാണെങ്കിൽ കുളിച്ചൊക്കെ ഒരുങ്ങിയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളെ നിധി അവിടെ എഴുതി വെച്ചിരിക്കും, ഞാൻ ഏട്ടത്തിയായിട്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറയും. അപ്പം നമ്മളെ സുധി പറയുന്നു, അയ്യോ ഇവൾ ഇച്ചിരി മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ പോകാമായിരുന്നല്ലോ, ഇതിപ്പോൾ ഇവിടെ അച്ഛൻ്റെ ഏട്ടൻ്റെയും മുമ്പിൽ എന്നെ കൊല്ലാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടാണോ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാജീവനും അതുപോലെ തന്നെ അരുണും കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹേമ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ സ്കൂളിലാക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അരുൺ ചോദിക്കുന്നുണ്ട്, സാന്ദ്ര ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പറയും, സാന്ദ്രയും നിധിയും കൂടെ അമ്പലത്തിൽ പോയെന്ന് പറയും. അപ്പോൾ കാർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹേമ പറയുന്നുണ്ട്, കാറിൽ പോയില്ല, അവൾക്ക് നടന്ന് പോകണമെന്നാണ് പറയുന്നതെന്ന് പറയും. അപ്പം നമ്മൾ അരുൺ പറയും, അവിടെ അവൾ നടന്നല്ലേ പോകുന്നത്, കാറിലൊന്നും അല്ലല്ലോ, അപ്പോൾ അതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാജീവിൻ്റെ അടുത്തും പിന്നെ അരുണിൻ്റെ അടുത്തും കൂടെ ആണെങ്കിലും നമ്മൾ ഹേമ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഇനി എന്തായാലും നിധി അങ്ങോട്ട് വിടില്ല എന്ന് പറയും. അപ്പം നമ്മൾ അരുൺ പറയും, അത് അമ്മ വിഷമിക്കേണ്ട, ഇനി എന്തായാലും നിധി അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞയക്കത്തില്ല എന്നൊക്കെ പറയും. ഹേമ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മോളെ സ്കൂളിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളെ സുധിയാണെങ്കിൽ പയ്യെ അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ പിന്നെ രാജീവും പറയുന്നുണ്ട്, ഇവിടെ ഡ്രൈവർ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി വിളിക്കുക, ഹലോ ഡ്രൈവർ എന്ന്. അപ്പം നമ്മൾ ശ്രുതി ഡ്രൈവറോ എന്ന് പറഞ്ഞ് കുറച്ചൊന്നും ആലോചന നിൽക്കും. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ രാജീവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഇവിടെ ഡ്രൈവർ ഉള്ളപ്പോൾ പിന്നെ എന്താ കുഴപ്പം, മേഡത്തിന് കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ പോകണം, അപ്പം നല്ലതുപോലെ കൊണ്ട് പോയിട്ടൊക്കെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രാജീവിനാണെങ്കിൽ ശ്രുതി ഒരുപാടൊക്കെ പിന്നെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ശ്രുതിയാണെങ്കിൽ തിരിച്ചൊന്നും പറയാതെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.